ഹരി ഓം. ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം. അപ്പോൾ ഈ ഋഷഭയോഗീശ്വര ചരിതമാണ്. അതിനകത്ത് ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നേധ്രരാജാദുദിതോ ഹി നാഭിഹി. പ്രിയവ്രതൻ്റെ പ്രിയപുത്രനായ ആഗ്നേധ്രൻ എന്ന രാജാവിൽ നിന്ന് ജനിച്ച നാഭി. അപ്പം നാഭിയെക്കുറിച്ചാണ് ആദ്യത്തെ ശ്ലോകം പറയുന്നത്. പക്ഷെ പ്രിയവ്രതനാരാ? പ്രിയവ്രതനെക്കുറിച്ച് നാരായണീയത്തിലൊന്നും പറയുന്നില്ല. ഭാഗവതത്തിലുണ്ട്, ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രിയവ്രതൻ എന്ന് പറയുന്നത് സ്വയംഭുവ മനുവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്തയാൾ പ്രിയവ്രതൻ, രണ്ടാമത്തെ ആൾ ഉത്താനപാദൻ. ഉത്താനപാദനെക്കുറിച്ച് നമ്മൾ 17-ാം ദശകത്തിൽ പഠിച്ചു. അപ്പോൾ ഈ മൂത്തവനായ പ്രിയവ്രതന് രാജഭരണത്തിൽ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു. ചെറുപ്പം മുതലേ തന്നെ ഭഗവത് ഭജനത്തിലൊക്കെയാണ് ഏർപ്പെട്ടിരുന്നത്. ഒരിക്കൽ നാരദ മഹർഷി സ്വയംഭുവ മനുവിൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ ഈ കുട്ടി നാരദനോട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം നാരദൻ ചോദിച്ചു, നീ ഉറപ്പാണോ നിനക്ക് രാജ്യഭരണം ഏറ്റെടുക്കാനൊന്നും താല്പര്യമില്ലേ? അങ്ങനെ ഉറപ്പാണെങ്കിൽ നീ എൻ്റെ കൂടെ ഇങ്ങ് വന്നോ, ആരോടും പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി നാരദൻ്റെ ആശ്രമത്തിലേക്ക് നാരദൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ മകനെ കാണാതെ അച്ഛൻ പരിഭ്രമിച്ചു, പലയിടത്തും അന്വേഷിച്ചു. ഒടുവിൽ മനസ്സിലായി നാരദൻ്റെ കൂടെ ഉണ്ട് എന്ന്. അപ്പോൾ നാരദൻ പറഞ്ഞതനുസരിച്ച് ഈ കുട്ടി പല ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചു. കുറേ കാലം അങ്ങനെ അങ്ങ് പോയി. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ അവിടെ അന്വേഷിച്ച് ചെല്ലുകയാണ്, മോനെ കാണാനായിട്ട് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, നീ വന്നില്ലെങ്കിൽ എന്നെ സഹായിക്കാൻ ആരാണുള്ളത്? നീയല്ലേ മൂത്തപുത്രൻ, അപ്പോൾ നീയാണ് രാജ്യഭാരം ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഈ കുട്ടി പറയുന്നു, എനിക്ക് രാജ്യഭാരം എന്നും ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമില്ല, എന്നെ ഇവിടെ തന്നെ ഇരിക്കാൻ അനുവദിക്കണമെന്ന് പറയുന്നു. അച്ഛൻ തിരിച്ചു പോകുന്നു. ബ്രഹ്മാവിനെ വിവരം അറിയിക്കുന്നു പോയി. എന്നിട്ട് ബ്രഹ്മാവ് വിവരം അറിഞ്ഞിട്ട് ബ്രഹ്മാവും ഈ സ്വയംഭുവ മനുവും കൂടെ നാരദൻ്റെ ആശ്രമത്തിൽ വീണ്ടും ചെല്ലുന്നു. ബ്രഹ്മാവ് ആ കുട്ടിയെ ഉപദേശിക്കുകയാണ്. അപ്പം ഈശ്വരൻ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, നീ വിചാരിക്കുന്ന മാതിരി കാര്യങ്ങളൊന്നും നടക്കില്ല. നിൻ്റെ അച്ഛനാണ് വന്നിരിക്കുന്നത്, ആ ഈശ്വരൻ അച്ഛൻ്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നീ രാജ്യഭാരം ഏറ്റെടുക്കണം, അച്ഛൻ പറയുന്നത് ചെയ്യണം. പക്ഷെ നിനക്ക് ഈ ഈശ്വര കാര്യങ്ങളിലാണ്, ഈശ്വര ഭജനത്തിലാണ് താല്പര്യമെങ്കിൽ തെറ്റില്ല, അത് നല്ലത് തന്നെയാണ്. ആ കർമ്മം, ഏത് കർമ്മം ചെയ്താലും നീ ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുക, അപ്പോൾ അന്ധക്കരണം പരിശുദ്ധമാകും. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രഹ്മാവ് ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ കുട്ടി ബ്രഹ്മാവ് പറഞ്ഞ അനുസരിച്ച് അച്ഛൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അക്കാലം അത്രയപ്പോൾ ആരാണ് രാജ്യം ഭരിച്ചിരുന്നത്? രണ്ടാമത്തെ മകനായ ഉത്താനപാദനാണ് രാജ്യം ഭരിച്ചിരുന്നത്. അപ്പം ഉത്താനപാദൻ്റെ രാജ്യഭരണം നമ്മളപ്പോൾ 17-ാം ദശകത്തിൽ കണ്ടു. അപ്പോൾ അതിനുശേഷം ധ്രുവനും രാജ്യം ഭരിച്ചു, ഒരുപാട് വർഷം രാജ്യം ഭരിച്ചു. അപ്പോൾ അത്രയും കാലം അങ്ങ് കഴിഞ്ഞു പോയി എന്ന് മനസ്സിലാക്കണം നമ്മൾ. അപ്പം ഉത്താനപാദൻ്റെയും ധ്രുവൻ്റെയും രാജ്യഭരണം കഴിഞ്ഞിട്ടാണ് ഈ പ്രിയവ്രതൻ വരുന്നത്, കൊട്ടാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പ്രിയവ്രതൻ വന്നിട്ട് കൊട്ടാരത്തിൽ വന്ന് നോക്കി, രാജ്യഭരണമൊക്കെ ഏറ്റെടുത്ത് നോക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഈ രാത്രി 12 മണിക്കൂർ ആരും ഒരു പണിയും എടുക്കുന്നില്ലല്ലോ, വെളിച്ചമില്ലല്ലോ, പിന്നെ എങ്ങനെ പണിയെടുക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു, സൂര്യനെ പോലെ പ്രകാശമുള്ള ഒരു രഥം ഉണ്ടാക്കി. അപ്പോൾ സൂര്യൻ എപ്പോഴാണോ അസ്തമിക്കുന്നത് അപ്പോൾ ഈ പ്രിയവ്രതൻ ഈ രഥവുമായിട്ട് പുറപ്പെടും. അപ്പം നല്ല വെളിച്ചം, സൂര്യനെ പോലെ പ്രകാശമുള്ളതല്ലേ, അപ്പം വെളിച്ചമാകും. അപ്പം ഈ രാത്രിയാണെന്നുള്ളത് അറിയേയില്ല. അങ്ങനെ എല്ലായിടവും വെളിച്ചമാക്കി. ഓരോ ദിവസവും ആ രഥം വന്ന് ഭൂമിയിലിറങ്ങും. അപ്പോൾ അതിൻ്റെ ചക്രം തട്ടിയിട്ട് വലിയ കിടങ്ങുകളുണ്ടായി. അതാണ് പിന്നീട് സമുദ്രങ്ങളായത്. അങ്ങനെ 7 ദിവസം സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴത്തേനും ഇദ്ദേഹം ഇറങ്ങും. അങ്ങനെ രാത്രിയെ പകലാക്കി 7 ദിവസം ഭൂമിയിലിറങ്ങി 7 സമുദ്രങ്ങളുണ്ടാക്കി. ആ സമുദ്രത്തിനെ ചുറ്റുന്നതായിട്ടുള്ള കരകളുണ്ടാക്കി. അതാണ് 7 രൂപങ്ങൾ. അപ്പോൾ അത് നമ്മൾ 21-ാം ദശകത്തിൽ, അടുത്ത ദശകത്തിൽ അതിനെക്കുറിച്ച് പഠിക്കും. അപ്പോൾ അങ്ങനെ വളരെ വലിയൊരു കാലം ജീവിച്ചു, പിന്നെ രാജ്യം ഭരിച്ചു.
11 അർബുദ വർഷമാണ് രാജ്യം ഭരിച്ചത്. ഒരു അർബുദം എന്നാൽ എത്ര? 10 കോടി വർഷമാണ്. അപ്പോൾ 10 × 11 110 കോടി വർഷമാണ് രാജ്യം ഭരിച്ചത്. അപ്പോൾ അതിൽ നിന്നും ആയുസ്സുണ്ടായിരുന്നു. കുറേ വർഷം കഴിഞ്ഞിട്ടല്ലേ രാജ്യം ഭരിക്കാനൊക്കെ വന്നത്. അപ്പം നമുക്കിത് കേൾക്കുമ്പം തോന്നും, അത് വിശ്വസിക്കാൻ തോന്നില്ല. 110 വർഷം 110 കോടി വർഷമൊക്കെ ഒരാൾ ജീവിച്ചിരുന്ന് രാജ്യം ഭരിക്കുമോ? ഉണ്ട്, അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് തോന്നും ഇത് കള്ളമാണെന്നൊക്കെ തോന്നും. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈയാമ്പാറ്റയുടെ കാലം, ഈയാമ്പാറ്റയുടെ ആയുസ് എത്രയാണ്? ഒരു ദിവസം എന്ന് വെച്ചാൽ എത്ര? 24 മണിക്കൂർ. അപ്പോൾ 24 മണിക്കൂർ ഇൻറ്റു 360 ദിവസം ഇൻറ്റു 120. 120 എന്ന് പറയുന്നത് മനുഷ്യായുസ്. ഒരു 120 വർഷം ആണ് ഒരു മനുഷ്യായുസായിട്ട് വെച്ചിരിക്കുന്നത്. 120 വർഷം. അപ്പോൾ അത്രയും കൂട്ടി നോക്കുമ്പോൾ ഈയാമ്പാറ്റയുടെ വശത്ത് നിന്ന് ആലോചിക്കുവാണെങ്കിലോ ഈയാമ്പാറ്റയ്ക്ക് തോന്നും ഇത് ഒരുപാട് വർഷമാണല്ലോ, ഇവർക്ക് മനുഷ്യർ ഉമ്മ കള്ളം പറയുക എന്ന് തോന്നത്തില്ലേ? അതിശയമായിട്ട് ഈയാമ്പാറ്റയ്ക്ക് തോന്നും. അതുപോലെ തന്നെയാണ് ഇത് നമുക്കും. പക്ഷേ ഈ പണ്ടുള്ളവർക്ക് ഈ ജരാനരകളൊന്നും ബാധിച്ചിരുന്നില്ല. അവർ ഈശ്വര ഭജനം കൊണ്ടും തപസ്സുകൊണ്ടും ഒക്കെ അവരുടെ ജീവിതചര്യകളെ കൊണ്ട് അവർക്ക് ആയുസ് കൂടുതലായിരുന്നു. അപ്പോൾ ഈ മേൽപ്പത്തൂർ ഈ പ്രിയവ്രതനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഈ പ്രിയവ്രതൻ വിവാഹം ചെയ്തിരുന്നത് ബർഹിഷിമതിയെയാണ്. അത് വിശ്വകർമാവിൻ്റെ പുത്രിയാണ്. അപ്പോൾ ഈ ബർഹിഷിമതിയിൽ 10 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്ത പുത്രനാണ് ആഗ്നേധ്രൻ. അപ്പോൾ ആഗ്നേധ്രന് 9 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്തവൻ്റെ പേരാണ് നാഭി. അപ്പോൾ ഈ ആഗ്നേധ്രൻ വിവാഹം ചെയ്തിരുന്നത് പൂർവചിത്തി എന്ന് പറയുന്ന ഒരു അപ്സര സ്ത്രീയാണ് വിവാഹം ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നാഭിയുടെ കാര്യം പറഞ്ഞാണ് ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു ഇത്രയും ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു പോയത്. അടുത്ത ദശകത്തിനും കൂടെ വേണ്ടിയിട്ട് ഇതങ്ങ് പറഞ്ഞതാണ്.